ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ഒരു ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് വർക്ക് കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യാനുണ്ട്, പിന്നെ അവർക്ക് വിസ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു വിസ മാറ്റം വരുമല്ലോ. ഇപ്പോൾ ടയർ 4 ആണ് സ്റ്റുഡൻറ്റ് വിസ, അത് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ടയർ 4 എന്നാണ് പറയുക. അത് പിന്നെ ടയർ 2 വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു വർക്ക് പെർമിറ്റ് എന്നുള്ളത് കിട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതെ, അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കെയർ വിസ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ റൂൾസ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ എല്ലാവരും പോകുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ UK തന്നെ എടുക്കുമ്പോൾ നല്ലോണം ആലോചിക്കേണ്ടത് ശരിയല്ലേ? അതെ, സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം സത്യമായിട്ട്. കാരണം നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു കംഫർട്ട് ഒരിക്കലും അവിടെ ചെന്ന് വേറൊരു കൺട്രിയാണ്, അപ്പോൾ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ഫുഡാണെങ്കിലും പിന്നെ നമ്മുടെ അക്കോമഡേഷൻ ആണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ആളുകൾ, അപ്പം അതിൽ എല്ലാതും ഫേസ് ചെയ്ത് വരാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു അബ്രോഡ് എന്നുള്ളത് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കണ്ട്.